അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. വിജയം ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം ചെയ്യുന്ന തൊഴിലുകൾ, അതുപോലെ ബിസിനസ്സുകൾ, കൃഷികൾ, കച്ചവടങ്ങൾ, വിദേശ രാജ്യങ്ങളിലേക്ക് നാം യാത്ര പോകുന്നത്, അതുപോലെ നാം എന്തെല്ലാം തൊഴിൽ എടുക്കുന്നുണ്ടോ ആ തൊഴിലുകളെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനമായ ലക്ഷ്യം വിജയം ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ വിജയം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ മറ്റ് നാം ബന്ധപ്പെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം പൂർണ്ണമായ വിജയം ഉണ്ടാവുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ഏതൊരു തൊഴിലും എടുക്കുന്നത്. അഭിവൃദ്ധി ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെ നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം അതിൽ ഉണ്ടാവണം. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കണം. അതിന് ആവശ്യമായ മഹത്തായ ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നാം ഏതൊരു തൊഴിലും തുടങ്ങുക എന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബിസ്മി എന്നത് അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ ഏതൊരു കാര്യത്തിലും അവനക്ക് ഖൈറും ബർക്കത്തും ലഭിക്കും. നാം സ്ത്രീകളാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുക, വീടും പരിസരവും വൃത്തിയാക്കുക, അടിച്ചു വാരുക, അതുപോലെ പാത്രം കഴുകുക, കുട്ടികൾക്ക് മുലയൂട്ടുക, അങ്ങനെ തുടങ്ങി സ്ത്രീകൾ അവർക്കുള്ള അടുക്കള ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ആ കാര്യം നാം ചെയ്യുക. മുറ്റമടിച്ചു വാരുമ്പോഴാണെങ്കിലും മുറ്റമടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പാത്രം കഴുകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി നാം മുലയൂട്ടുക. ഇങ്ങനെ അവരുടെ തൊഴിലുകളിൽ, അതുപോലെ കച്ചവടം ചെയ്യുന്ന ആളുകളാകുമ്പോൾ കച്ചവടത്തിൻ്റെ തുടക്കത്തിൽ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത്, അതുപോലെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്നല്ല, നാം ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അതൊക്കെ നമ്മുടെ വിജയമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ആ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി നാം ആ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിക്കുക. അള്ളാഹുവിൻ്റെ സഹായം അപ്പോൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാനും കഴിയും. കടം ഇല്ലാതെ നമുക്ക് സ്വസ്ഥമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. നമ്മുടെ മാനവും മര്യാദയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ കടം എന്നുള്ളത്. ആ കടത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും മോചനം ലഭിക്കാനും എല്ലാം നമുക്ക് നാം ചെയ്യുന്ന ജോലികളിൽ ബർക്കത്തുണ്ടാവണം, നമ്മുടെ വീടുകളിൽ ഐശ്വര്യമുണ്ടാവണം, നമ്മുടെ കുടുംബത്തിൽ വിജയമുണ്ടാവണം, നമ്മുടെ നാം ചെയ്യുന്ന ഏതെല്ലാം മേഖലയുണ്ടോ അതിലൊക്കെ നമുക്ക് ഖൈറും ബർക്കത്തും ലഭിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയത്തിലെത്താൻ കഴിയുക. അതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നാം നമ്മുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും തുടക്കത്തിൽ നാം പതിവാക്കുക. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. നമ്മുടെ ദുന്യവിയായ വിജയം മാത്രമല്ല, പരലോക വിജയവും നമുക്ക് അതുകൊണ്ട് ലഭിക്കും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട്
ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തണം. എല്ലാവരുടെയും ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പതിവാക്കണം. ഒരു വസ്തു നാം വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും കിടന്നുറങ്ങുകയാണെങ്കിലും ഒക്കെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.